നമസ്കാരം. ചില രാഷ്ട്രീയ സംഘടനകൾക്ക് മരണമെന്നത് തങ്ങളുടെ രാഷ്ട്രീയ പ്രതിച്ഛായ മിനുക്കാനുള്ള ഒരു പ്രൊമോഷണൽ ഇവന്റ് മാത്രമാണ്. ശ്മശാനത്തിന്റെ പവിത്രതയെ പോലും ഹനിക്കുന്ന രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ നടത്തുന്ന നന്മമരം നാടകങ്ങൾ ഇന്ന് കേരളത്തിൽ സജീവമാവുകയാണ്. ഒരു വ്യക്തി മരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അന്ത്യയാത്രകൾക്കപ്പുറം ആ മൃതദേഹത്തെ ഉപയോഗിച്ച് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ലൈക്കുകളും ഷെയറുകളും നേടാമെന്ന ചിന്തയാണ് പല സംഘടനകളെയും നയിക്കുന്നത്. ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നത് കേരളത്തിലെ ശവസംസ്കാര നാടകങ്ങളുടെ പിന്നിലെ ആസൂത്രിതമായ അജണ്ടകളെക്കുറിച്ചാണ്. 2020 ജൂലൈ 16 എറണാകുളത്തെ ഒരു മഠത്തിൽ നടന്ന സംഭവം കേരളം മറക്കില്ല. കോവിഡ് ബാധിച്ച് മരിച്ച ഒരു കന്യാസ്ത്രീയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി സഭ മുൻകൈയെടുത്തിരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു നടപടികൾ. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ പ്രവർത്തകർ അവിടെ കടന്നു കയറി. PPE കിറ്റുകൾ ധരിക്കാതെയും കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുമാണ് അവർ അവിടെ കടന്നു കയറിയത്. യഥാർത്ഥത്തിൽ അവർ അവിടെ എത്തിയത് സേവനത്തിനായിരുന്നില്ല, മറിച്ച് പ്രൊപ്പഗണ്ടയ്ക്കാണ്. 6ഓളം കന്യാസ്ത്രീകളുടെ പ്രാർത്ഥനയ്ക്കിടയിൽ അവർ നുഴഞ്ഞു കയറി. ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ PFI എന്ന് രേഖപ്പെടുത്തിയ ടീഷർട്ട് പുറത്തു കാണുന്ന രീതിയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് എടുത്തു. എന്നാൽ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത പ്രചരിച്ചു. കന്യാസ്ത്രീയുടെ മൃതദേഹം സംസ്കരിക്കാൻ ആളില്ലാഞ്ഞപ്പോൾ PFI പ്രവർത്തകർ അത് ഏറ്റെടുത്തു എന്ന്. ആ ഒരു ചിത്രം കൊണ്ട് അവർ കേരളത്തിന്റെ മതേതര മനസ്സിനെ ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിച്ചു. യഥാർത്ഥത്തിൽ നടന്നത് ഒരു ബലപ്രയോഗവും അധിനിവേശവുമായിരുന്നു. എന്നാൽ ഈ കള്ളം വിശ്വസിച്ച് സഭയെയും കന്യാസ്ത്രീകളെയും അധിക്ഷേപിച്ച മതേതര മൊണ്ണകൾ പിന്നീട് ഒരു തിരുത്തലിനും തയ്യാറായതുമില്ല. സേവഭാരതി എന്ന സംഘടന കേരളത്തിൽ ചെയ്തു വരുന്ന സേവനങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. കോവിഡ് കാലത്തും പ്രളയകാലത്തും അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരിടത്തും വലിയ വാർത്തയായില്ല. കാരണം അവർക്ക് വേണ്ടത് ലൈക്കുകളല്ല, മനുഷ്യത്വമാണ്. എന്നാൽ സേവഭാരതിയുടെ ആ നിശബ്ദതയും മുതലെടുക്കാൻ ചില പ്രത്യേക കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഒരു ഹൈന്ദവ വ്യക്തി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്തിയത് സേവഭാരതിയാണ്. വിറകടുക്കുന്നതിലും ചിതയൊരുക്കുന്നതിലും പ്രവർത്തകർ വ്യാപൃതരായിരുന്നു. അവിടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലെത്തിയ ലീഗ് കൗൺസിലർ അവിടെയുള്ള ഒരു ചെറിയ കാര്യത്തിൽ ഇടപെട്ടു. ആ നിമിഷം അവരുടെ ഭർത്താവ് വളരെ തന്ത്രപരമായി ഫോട്ടോ എടുത്തു. തൊട്ടടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് മുസ്ലിം ലീഗ് കൗൺസിലർ മൃതദേഹം സംസ്കരിച്ചു എന്ന വാർത്തയാണ്. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സേവഭാരതി പ്രവർത്തകർ ആ ചടങ്ങുകൾ നിർവഹിക്കുമ്പോൾ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം പോസ്റ്റ് ചെയ്ത കൗൺസിലർ അതിനെ വലിയൊരു വിപ്ലവമാക്കി മാറ്റി. ഇവിടെയാണ് നന്മമരം എന്ന വാക്കിന്റെ യഥാർത്ഥാർത്ഥം നാം മനസ്സിലാക്കേണ്ടത്. അതൊരു സേവനമല്ല, അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. സ്വന്തം സമുദായത്തിൽ മരിക്കുന്ന സ്ത്രീകളുടെ സംസ്കാര കബറിടങ്ങളിൽ പോകാൻ പോലും വിലക്കുകൾ കൽപ്പിക്കുന്നവർ എന്തിനാണ് ഇതര സമുദായങ്ങളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്? തങ്ങളെ മതേതരരാണ് എന്ന് തെളിയിക്കാൻ മറ്റൊരു മതത്തിന്റെ ശവപ്പറമ്പിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കണോ? ഇതിനെയാണോ നാം മതേതരത്വം എന്ന് വിളിക്കേണ്ടത്? യഥാർത്ഥ മതേതരത്വം എന്നത് പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലുമാണ് നിലനിൽക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിലുള്ള നാടകങ്ങളിലല്ല. എന്തുകൊണ്ടാണ് ഈ സംഘടനകൾ ഇത്രയധികം പ്രൊപ്പഗണ്ടകൾ നടത്തുന്നത്? അതിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. വോട്ടർമാരുടെ ഇടയിൽ തങ്ങൾ എല്ലാത്തിനും സന്നദ്ധരാണെന്ന് വരുത്തി തീർക്കുക, സഭകളെയും സംഘടനകളെയും കരുതേച്ചു കാണിക്കുക, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കുക. ഇത്തരം തന്ത്രങ്ങൾ പരാജയപ്പെട്ടാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ വിജയിച്ചാൽ വലിയൊരു ജനവിഭാഗത്തെ കബളിപ്പിക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ചിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും അതിൽ ഭൂരിഭാഗവും കൃത്യമായ തിരക്കഥകൾ പിന്തുടരുന്നത് ആണെന്ന്. മൃതദേഹത്തിന്റെ കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നവരും അതൊരു വലിയ നേട്ടമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവരും യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തെയാണ് അപമാനിക്കുന്നത്. ഇത്തരം നന്മമര നാടകങ്ങൾ കണ്ട് ഇനി ആരും തെറ്റിദ്ധരിക്കില്ല. സത്യം കൂടെയുണ്ട്, അത് കാലം തെളിയിക്കും. ഏതൊരു കള്ളവും അധികകാലം മറച്ചുവെക്കാൻ സാധിക്കുകയുമില്ല. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്ന ഓരോ തവണയും ഈ കപടമുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നുമുണ്ട്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരം തട്ടിപ്പുകൾ പുറത്തു വരും. അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. മൃതദേഹങ്ങളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് തങ്ങൾ നന്മമരമാണെന്ന് വരുത്തി തീർക്കുന്നതും കേവലം ഒരു തമാശ മാത്രമല്ല, അതൊരു മാനസിക രോഗം കൂടിയാണ്. യഥാർത്ഥ സേവനം എന്നത് പരസ്യ പ്രചാരണങ്ങളില്ലാതെ നിശബ്ദമായി ചെയ്യേണ്ടതാണ്, അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ തിരക്കഥയോടെ അവതരിപ്പിക്കുന്ന ഒന്നല്ല. ഇത്തരം നാടകങ്ങൾ വഴി അവർ ലക്ഷ്യമിടുന്നത് സഹജീവികളോടുള്ള സ്നേഹമല്ല, ഞങ്ങൾ വലിയവരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി വോട്ടർമാരുടെ ഇടയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ്. ഓരോ മരണത്തിലും ഇത്തരത്തിൽ ഇടപെട്ട് തങ്ങളുടെ സംഘടനയുടെ ലോഗോ പതിച്ച ടീഷർട്ടുകൾ പുറത്തു കാണുന്ന രീതിയിൽ ഫോട്ടോ എടുത്ത് അത് വൈറലാക്കുമ്പോൾ ആ മരണത്തിന്റെ പവിത്രതയാണ് ഇല്ലാതാകുന്നത്. ഈ മരണക്കച്ചവടം കേരളത്തിന്റെ മതേതര മനസ്സിനെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് മാത്രമല്ല, യഥാർത്ഥ സേവനം ചെയ്യുന്ന സന്നദ്ധ സംഘടനകളുടെ നിശബ്ദമായ അധ്വാനത്തെ തമസ്കരിക്കുക കൂടിയാണ് ചെയ്യുന്നത്.
ഇത്തരം സംഘടനകൾക്ക് എപ്പോഴും വേണ്ടുന്നത് വെളിച്ചമാണ്. ക്യാമറയുടെ വെളിച്ചം, സോഷ്യൽ മീഡിയയുടെ ലൈക്കുകൾ, വാർത്തകളുടെ ഇടം. എന്നാൽ യഥാർത്ഥ മനുഷ്യത്വം എന്നത് വെളിച്ചമില്ലാത്ത ഇടങ്ങളിൽ ആരും കാണാത്ത നേരത്ത് ആർക്കും വേണ്ടിയും ചെയ്യുന്നതാണ്. കേരളത്തിലെ മനുഷ്യത്വം എന്നത് പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമാണ്. എന്നാൽ ഈ കപടമുഖങ്ങൾ ആ വിശ്വാസത്തെയാണ് തകർക്കുന്നത്. ഒരു വ്യക്തി മരിക്കുമ്പോൾ അവർ അർഹിക്കുന്ന ആദരവ് നൽകുന്നതിന് പകരം അതിനെ തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്നത് അങ്ങേയറ്റം അധാർമികമാണ്. സമൂഹം ഇത്തരം നാടകങ്ങളെ തിരിച്ചറിയാൻ ഇനിയും വൈകരുത്. ശവസംസ്കാര ചടങ്ങുകളിൽ ഇവർ നടത്തുന്ന അനാവശ്യമായ ഇടപെടലുകൾ ആ സംസ്കാരത്തിൻ്റെ ആചാരങ്ങളെ പോലും വ്രണപ്പെടുത്തുന്നുണ്ട്. ഒരു മതപരമായ കർമ്മം നടക്കുമ്പോൾ അവിടെ നുഴഞ്ഞു കയറി ഫോട്ടോ എടുക്കുന്നത് ആ കർമ്മത്തിൻ്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഈ പ്രവണത തുടർന്നാൽ നാളെ മരണ വീടുകൾ പോലും ഇത്തരം സംഘടനകളുടെ വിപണന കേന്ദ്രങ്ങളായി മാറും. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. യഥാർത്ഥ നന്മ എന്താണെന്നും ഈ നാടകങ്ങൾ എന്താണെന്നും വേർതിരിച്ചറിയാനുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. ഈ പ്രൊപ്പഗണ്ടകളെ എതിർക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. അല്ലാത്തപക്ഷം നമ്മുടെ മതേതരത്വം ഇവർ എഴുതി നൽകുന്ന തിരക്കഥകൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സ്വന്തം വിശ്വാസത്തെ പോലും പുരോഗമനപരമായി സമീപിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരുടെ സംസ്കാര ചടങ്ങുകളിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത് മതേതരത്വമല്ല, വെറും കാപട്യം തന്നെയാണ്. മതം മാറി മതേതരനാകാൻ ശ്രമിക്കുന്നവരുടെ കപട വേഷമാണിത്. സ്വന്തം വീട്ടിലെ ആചാരങ്ങളെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവർ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ഇത്രമാത്രം ആഘോഷിക്കുന്നത് കേവലം വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ മാത്രമാണ്. ഇവർക്ക് വേണ്ടത് ആത്മാവിൻ്റെ മോക്ഷമോ പരേതനോടുള്ള ആദരവോ അല്ല, തങ്ങളുടെ സംഘടനയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു വേദി മാത്രമാണ്. ഈ ഒരു മാനസികാവസ്ഥ വളരെയധികം അപകടം കൂടിയാണ്. സ്വന്തം സമുദായത്തിൽ സ്ത്രീകൾക്ക് പോലും വിവേചനം നേരിടുന്നിടത്താണ് അവർ മറ്റുള്ളവരുടെ ചടങ്ങുകളിൽ മാനവികതയുടെ മുന്നണി പോരാളിയായി വേഷമിടുന്നത്. ഈ വൈരുദ്ധ്യം തിരിച്ചറിയാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയണം. മതം എന്നത് ഒരു വിശ്വാസമാണ്. അതിനെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുമ്പോൾ അവിടെ മതം തന്നെ അപമാനിക്കപ്പെടുന്നു. ഇതര മതസ്ഥരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവർ കാണിക്കുന്ന ഈ അമിതാവേശം ഒരുതരം അധിനിവേശമാണ്. അവിടെയുള്ള ആചാരങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ കേവലം ചിത്രമെടുക്കാൻ വേണ്ടി മാത്രം എത്തുന്ന ഇവരുടെ പ്രവൃത്തി ആ മൃതദേഹത്തിനോടുള്ള ഏറ്റവും വലിയ അനാദരവ് കൂടിയാണ്. മതം എന്നാൽ മറ്റുള്ളവരെ സേവിക്കുക എന്നതല്ല, സ്വന്തം ജീവിതത്തിൽ നീതിയും സത്യം പാലിക്കുക എന്നതാണ്. ഇവിടെ നടക്കുന്നത് മതം പ്രചരിപ്പിക്കലല്ല, മതത്തെ മുൻനിർത്തി തങ്ങൾ നല്ലവനാണെന്ന് സ്വയം സർട്ടിഫിക്കറ്റ് വാങ്ങലാണ്. ഇത്തരം തട്ടിപ്പുകൾ കേരളീയ സമൂഹം ഒരു പരിധിവരെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. എങ്കിലും ഈ കപടമുഖങ്ങൾ ഇനിയും അഴിഞ്ഞു വീഴേണ്ടതുമുണ്ട്. സ്വന്തം ആചാരങ്ങളെ ബഹുമാനിക്കാത്തവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാൻ കഴിയുക? ഇവർ നടത്തുന്ന നന്മമര നാടകങ്ങൾ കേരളത്തിലെ മതേതര അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്നു. മതേതരത്വം എന്നാൽ വിശ്വാസികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നതല്ല, എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതാണ്. എന്നാൽ ഇക്കൂട്ടർ മരണത്തെ പോലും ഉപയോഗിച്ച് വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ കപടതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഓരോ മലയാളിയും തയ്യാറാകണം. വിശ്വാസത്തിൻ്റെ പേരിൽ ഇനിയും ആളുകളെ പറ്റിക്കാൻ അനുവദിക്കരുത്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു തെറ്റായ വാർത്ത സെക്കൻഡുകൾക്കുള്ളിലാണ് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ അൽഗോരിതങ്ങളെ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുന്ന ഇത്തരം സംഘടനകൾ കേരളത്തിൻ്റെ സാമൂഹിക കെട്ടുറപ്പിനെ വലിയ തോതിൽ ബാധിക്കുന്നുമുണ്ട്. ഒരു ചിത്രം കൊണ്ട് അവർ സത്യത്തെ മറയ്ക്കുകയും വ്യാജമായ ഒരു വാചകം കൊണ്ട് വലിയൊരു ജനവിഭാഗത്തെ കബളിപ്പിക്കുകയും ചെയ്യുന്നു. കന്യാസ്ത്രീയുടെ സംഭവത്തിലും സേവാഭാരതിയുടെ കാര്യത്തിലും നടന്നത് കൃത്യമായ തിരക്കഥകൾ പിന്തുടരുന്ന സംഭവങ്ങളാണ്. സത്യം പുറത്തു വന്നാലും അത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത തങ്ങളുടെ നുണകളെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് ഇത്തരം പ്രൊപ്പഗണ്ടയുടെ വിജയം കൂടിയാണ്. എന്നാൽ കാലം മാറുകയാണ്. ഇത്തരം കള്ളത്തരങ്ങൾ ഇനി കേരളത്തിൽ വിലപ്പോകില്ല. ഓരോ കള്ളവും പൊളിയുമ്പോഴും ഇക്കൂട്ടരുടെ തനിനിറം പുറത്തു വരികയാണ്. ഇത്തരം തട്ടിപ്പുകളെ തിരിച്ചറിയാനും സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനും കേരളത്തിലെ ഓരോ പൗരനും വലിയ ബാധ്യതയുണ്ട്. വ്യാജ വാർത്തകൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴേ ഇത്തരം നന്മമര നാടകങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ സാധിക്കൂ. സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കണ്ട ഉടനെ അതിനെ വിശ്വസിക്കുന്നതിന് പകരം അതിന് പിന്നിലെ യാഥാർത്ഥ്യം അന്വേഷിക്കാൻ നമ്മൾ പഠിക്കണം. ഒരുപാട് ആളുകൾ ഇന്നും ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വസിച്ച് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഒരു ചെറിയ ചിത്രം ഉപയോഗിച്ച് ഒരു സംഘടനയെ മൊത്തമായി കരിവാരി തേക്കുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണം. നുണ പറയുന്നവർക്ക് പിന്തുണ നൽകുന്നത് വഴി നമ്മൾ ശരിയായ പക്ഷം വിടുകയാണ് ചെയ്യുന്നത്. ഇത്തരം നാടകങ്ങൾ സംഘടിപ്പിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. അതുപയോഗിച്ച് അവർ സത്യത്തെ വളച്ചൊടിക്കുന്നു. ഇത് കേരളത്തിലെ മതേതര മനസ്സിനെ വിഷലിപ്തമാക്കുകയാണ്. വരും തലമുറയ്ക്ക് സത്യം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നുണകളുടെ കാലം അവസാനിക്കണം. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കള്ളം പൊളിഞ്ഞതുപോലെ ഇനിയും ഇവർ നടത്തുന്ന എല്ലാ തട്ടിപ്പുകളും പുറത്തു വരും. മറ്റ് മതസ്ഥരുടെ ശ്മശാനങ്ങളും കുഴിമാടങ്ങളും തേടി അലഞ്ഞു നടക്കുന്ന തട്ടമിട്ട നന്മ മരങ്ങളോട് ഒരു വാക്ക്:
സ്വന്തം മതത്തിലെ ഖബറിസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് പ്രവേശനമാകെ അനുവദിച്ചിട്ടുള്ളത് മൃതശരീരങ്ങളായി മാത്രമാണെന്ന് ഓർക്കുക. യഥാർത്ഥ നന്മ പരസ്യത്തിന് വേണ്ടിയുള്ളതല്ല, അത് നിശബ്ദമാണ്. നിശബ്ദമായ സേവനങ്ങളെ വിസ്മരിച്ച് ഇത്തരം കാപട്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഒടുവിൽ എത്തിച്ചേരുക സ്വയം അപമാനപ്പെടുന്നതിലേക്കാവും. നമ്മുടെ മതേതര മനസ്സിനെ കീറിമുറിക്കുന്ന ഈ ശവസംസ്കാര രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുക. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.